ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നിവിടെ ഇടുന്ന വീഡിയോ വളരെ എളുപ്പത്തിൽ തയ്ച്ചെടുക്കാവുന്ന ഒരു മാസ്ക് എങ്ങനെയാണ് ഇത് തയ്ച്ചെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതായത് 3 അളവിലുള്ള മാസ്കുകളാണ് ഇവിടെ ഞാൻ തയ്ച്ചു വെച്ചിരിക്കുന്നത്. ലാർജ് സൈസ്, മീഡിയം സൈസ്, സ്മോൾ സൈസ്. അങ്ങനെ നമ്മുടെ ഫേസിന് യോജിക്കുന്ന അളവ് നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ സ്മോൾ സൈസാണ്. ഇത് ഞാൻ വെച്ചപ്പോൾ എനിക്കല്പം ടൈറ്റായിട്ടാണ് തോന്നിക്കുന്നത്. അപ്പോൾ ഇത് 26 സെൻറ്റിമീറ്റർ വെച്ചിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇത് നോക്കൂ, ഇത് ലാർജ് സൈസാണ്. ഇത് 30 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ അളവ്. ഇത് അല്പം വലുതാണ്, എനിക്ക് കണ്ടില്ലേ, അല്പം വലുതായിട്ട് എനിക്ക് തോന്നുന്നു. ഇത് മീഡിയം സൈസാണ്. ഇതെനിക്ക് നല്ല കംഫർട്ടായിട്ട് തോന്നിക്കുന്നുണ്ട്. ബ്രീത്ത് ചെയ്യുമ്പോഴൊക്കെ നല്ല സുഖം തന്നെയാണ്. കണ്ണട വെച്ചാൽ ഒരു കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് മാസ്കിന് വേണ്ടിയുള്ള തുണി കട്ട് ചെയ്യാം. ആദ്യമേ നമ്മൾ അയൺ ചെയ്തിട്ട് വേണം തുണി കട്ട് ചെയ്യാനായിട്ട്. ഇനിയും നമുക്ക് ഇതിന് റൗണ്ട് ഷേപ്പിലുള്ള എന്ത് വേണമെങ്കിലും എടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്യാം. ഞാനിവിടെ ഒരു പ്ലേറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പം പ്ലേറ്റ് എടുത്തിട്ട് നമ്മളൊന്ന് അളന്ന് നോക്കുന്നു. 10.25 ഇഞ്ചുണ്ട്, അതായത് 26 സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് പ്ലേറ്റിന് ചുറ്റും ഒരു സർക്കിൾ വരച്ച് കൊടുക്കാം. ഇതിപ്പോൾ സ്മോൾ സൈസാണ് ഞാൻ ഉണ്ടാക്കുന്ന മാസ്ക്. അപ്പോൾ ഇതാ വരച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്ത നമ്മുടെ ഈ സർക്കിൾ ഇതേപോലെ നമുക്കൊന്ന് മടക്കാം. മടക്കിയതിന് ശേഷം വീണ്ടും ഒന്നും കൂടി അയൺ ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഇങ്ങനെ ഒന്നും കൂടി മടക്കി അയൺ ചെയ്യാം. ഇപ്പോൾ ഒരു ഓപ്പൺ സൈഡും കിട്ടി, മറ്റേ ക്ലോസ് സൈഡുമാണ്. ഇനി നമുക്ക് ഇത് മുകളിൽ നിന്നും താഴേക്ക് 1 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. മുകൾ ഭാഗത്ത് നിന്നും താഴേക്ക് 1 ഇഞ്ച് അടയാളപ്പെടുത്തി 1 ഇഞ്ച് അവിടെ അടയാളപ്പെടുത്തിയ ഭാഗത്ത് രണ്ടും കൂടെ കൂട്ടി യോജിപ്പിച്ച് നമ്മൾ ഇനി നമുക്ക് താഴെ സൈഡിലേക്ക് 2 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. കണ്ടില്ലേ, 2 ഇഞ്ച് ഇതേപോലെ 2 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തു. ഇനി നമുക്ക് ആ 2 ഇഞ്ചും ഈ 1 ഇഞ്ച് കണ്ടില്ലേ, അവിടെ നമ്മളിത് മാർക്ക് ചെയ്ത് മുകളിൽ നിന്ന് താഴേക്ക് ഈ പ്ലേറ്റ് കൊണ്ട് തന്നെ ഇതേ ഷേപ്പിൽ നമുക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. അതായത് മുകളിലത്തെ 1 ഇഞ്ചും താഴത്തെ 2 ഇഞ്ചും കൂടെ നമ്മൾ യോജിപ്പിച്ചെടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് അത്രയും ഭാഗം അങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഇത്രയും മനസ്സിലായി കാണുമല്ലോ. ഇപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ഒരു ഷേപ്പ് കിട്ടിയത്. ഇനി മുകൾ ഭാഗത്തെ നമ്മുടെ 1 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തിയതും കൂടെ വെട്ടിമാറ്റി. ഇനി നമുക്കിതൊന്ന് നിവർത്തിയിടാം. ഇങ്ങനെ 2 പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ മുകളിലിരിക്കുന്നത് ബാക്ക് സൈഡും വരും, ഇത് ഫ്രണ്ട് സൈഡും വരും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് രണ്ടും കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. കണ്ടോ, മുകളിൽ നിന്ന് താഴേക്ക് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യാം. അതായത് 1/4 ഇഞ്ച് ഇട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതായത് 1 സൈഡ് മാത്രമാണ് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇനി അടുത്ത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അത് നമ്മൾ എടുത്തതിന് ശേഷം കണ്ടില്ലേ, ഒരു ഭാഗം മാത്രമേ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൂ. ഇപ്പം ഒരു സൈഡ് നമ്മുടെ ഓപ്പണാണ്. ഇനി നമ്മളിത് ഫോൾഡ് ചെയ്യുന്നത് കാണിക്കാം. ഇതാണ്ട് ഇങ്ങനെയാണ് നമ്മൾ ഫോൾഡ് ചെയ്യേണ്ടുന്നത്. ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം എപ്പോഴും നമ്മൾ അയൺ ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും. അപ്പം നമ്മൾ ഇങ്ങനെ നമുക്ക് കിട്ടി. ഇനി ആ സൈഡും കൂടെ നമുക്ക് ഒന്ന് അടിച്ചു കൊടുക്കാം. അതായത് ആദ്യം നമ്മൾ ഒരു സൈഡ് അടിച്ച് മറിച്ചിട്ടു. ഇനി നമുക്ക് തുറന്ന് കിടക്കുന്ന ഭാഗം നമുക്ക് വീണ്ടും ഒന്ന് അടിച്ചു കൊടുക്കാം. ഇങ്ങനെ ഒന്ന് അടിച്ച് ഒരു പ്രാവശ്യം ചെയ്ത് നോക്കുമ്പോഴേക്കും നമുക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ നമ്മൾ അടിച്ചെടുത്തു. ഇവിടെ നമുക്ക് ചെറുതായിട്ട് ഓരോ കട്ടിട്ട് കൊടുക്കാം. നമുക്കത് തിരിച്ചിടേണ്ടതായതുകൊണ്ടാണ്. ഇനി നമ്മൾ ഇതിനെ ഒന്ന് തിരിച്ചിടാൻ പോവുകയാണ്. ഇപ്പം നമുക്ക് 2 ചെറിയ സൈഡ് രണ്ടും നമ്മുടെ ഓപ്പൺ സൈഡാണ്. അത് കണ്ടില്ലേ. ഇനി നമുക്ക് അകവശം ഒന്ന് തിരിച്ചിടാം. തിരിച്ചിടുന്നതിനായിട്ട് നമ്മുടെ വിരലും കൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ഇടാം, അല്ലെങ്കിൽ ഒരു കത്രിക എന്തെങ്കിലും കയറ്റി നമുക്കിതുപോലെ തിരിച്ചിടാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അകത്തുള്ള ഭാഗം പുറത്തേക്കാക്കി. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് 2 സൈഡും ഓപ്പണായിട്ടിരിക്കുകയാണ്. ആ ചെറിയ 2 സൈഡും അത് നമുക്കൊരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി കൊടുത്തിട്ട് അവിടെയാണ് നമ്മൾ നമ്മുടെ ചെവിയിലേക്ക് വയ്ക്കുന്ന ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുന്നത്. അപ്പം കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് 2 സൈഡും
അതിനുള്ളിലേക്ക് കയറ്റിയിട്ട് ഒന്ന് അടിച്ചു കൊടുക്കുക. അടിക്കുന്ന സമയത്ത് നമുക്ക് ചുറ്റിനും ഒന്ന് അടിക്കുന്നത് നമ്മുടെ മാസ്കിന് ഒരു ഉറപ്പ് കിട്ടാനും ഒരു ഫിനിഷിങ് കിട്ടാനും നല്ലതായിരിക്കും. അങ്ങനെ നമുക്ക് ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് അടിച്ച് ഇങ്ങേ സൈഡിൽ കൊണ്ടുവന്നിട്ട് അവിടെ അതുപോലെ നമുക്ക് ഇലാസ്റ്റിക് ആദ്യം വെച്ചതുപോലെ തന്നെ നമുക്ക് ഇലാസ്റ്റിക് വെച്ച് അടിച്ച് നമ്മൾ തുടങ്ങിയ ഭാഗത്ത് കൊണ്ട് നിർത്താം. ഇതിപ്പോൾ നമുക്ക് ചുറ്റും വെറുതെ ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. നമ്മൾ സൈഡൊക്കെ അടിക്കുന്ന പോലെ 4 ഇഞ്ചൊന്നും ഇറക്കിയിടേണ്ട. ചെറിയൊരു പോയിന്റിൽ ഇങ്ങനെയൊന്ന് ചുറ്റും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ മാസ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് സ്മോൾ സൈസാണ്, അതായത് നമ്മൾ 26 സെൻറ്റിമീറ്റർ വെച്ചിട്ട് ചെയ്ത മാസ്ക്. ഇനിയും ഞാൻ ഒരു മാസ്കും കൂടെ നമുക്ക് ഉണ്ടാക്കി കാണിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മിക്കവാറും അത് മനസ്സിലാകുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ നമ്മൾ ലാർജ് സൈസാണ് ഇനി അടുത്തത് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് 30 സെൻറ്റിമീറ്റർ അല്ലെന്നുണ്ടെങ്കിൽ 11.25 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഒരു സർക്കിള് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ചെയ്തതുപോലെ തന്നെയാണ് എല്ലാ സ്റ്റെപ്പും. ആദ്യം നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി, അതിനുശേഷം വീണ്ടും ഒന്നും കൂടി മടക്കി. ഇനി നമ്മൾ മടക്കിയതിന് ശേഷം കണ്ടില്ലേ, ഇതുപോലെ മടക്കിയിട്ടു. ഇനി നോക്കാം, നമുക്ക് മുകളിൽ നിന്നും 1 ഇഞ്ച്, താഴെ 2 ഇഞ്ച്. ആദ്യം നമ്മളിതുപോലെ തന്നെയല്ലേ ചെയ്തത്. 1 ഇഞ്ച്, 2 സൈഡിൽ 1 ഇഞ്ച് എടുത്തിട്ട് അവിടെ ഒരു വരയിട്ട് കൊടുത്തു. ഇനി 2 ഇഞ്ച് നമ്മൾ താഴെ സൈഡിലേക്കും എടുക്കുന്നു. 2 ഇഞ്ചെന്ന് പറഞ്ഞപ്പോൾ 5 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ നമുക്ക് ഇനി മുകളിൽ നിന്ന് താഴേക്ക് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി വരച്ചു കൊടുത്തതിന് ശേഷം അത്രയും ഭാഗം കട്ട് ചെയ്ത് കളയാം. ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി മുകൾ ഭാഗവും 1 ഇഞ്ചെന്ന് പറയുമ്പോൾ 2.5 സെൻറ്റിമീറ്റർ അത് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. കട്ട് ചെയ്ത് എല്ലാം വെട്ടിയെടുത്തപ്പോഴേക്കും നമുക്ക് ഇതേപോലൊരു ഷേപ്പാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മൾ ഇവിടെ ഒരു സൈഡ് 1 സൈഡ് അടിച്ചു കൊടുക്കാം. 4 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് നമ്മൾ അടിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു സൈഡ് അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ആദ്യത്തേത് ചെയ്തതുപോലെ തന്നെയാണ് എല്ലാ സ്റ്റെപ്പും. ഇനി നമുക്ക് ഒരു സൈഡും കൂടെ, ബാക്കിയുള്ള സൈഡും കൂടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോഴത് ചെറിയ ഓരോ കട്ടിട്ട് കൊടുത്തതിന് ശേഷം, കത്രികയും കൊണ്ട് ചെറിയ ഓരോ കട്ടിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് തിരിച്ചിടണം. അതായത് നമ്മുടെ മാസ്കിൻ്റെ നല്ല വശമാണ് ഇപ്പോൾ അകത്ത് കിടക്കുന്നത്. അത് നമ്മൾ പുറത്തേക്ക് വിരൽ കൊണ്ടോ കത്രിക കൊണ്ടോ നമ്മൾ പുറത്തേക്ക് തിരിച്ചിടണം അത്. അപ്പോൾ ഈ ചെറിയ ഓപ്പണായിട്ട് കിടക്കുന്ന സൈഡിൽ നമ്മൾ ഇതുപോലെ വിരലിട്ട് നമുക്ക് പുറത്തേക്കത് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുമല്ലോ. ഓക്കെ, അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുതേ പ്ലീസ്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി ഇതേപോലെ മടക്കി വെച്ചിട്ട് ഇലാസ്റ്റിക് വെച്ച് തയ്ച്ചു കൊടുക്കാൻ 2 സൈഡിലും. അര ഇഞ്ച് മാത്രം ഉള്ളിലേക്ക് നമുക്ക് മടക്കി വെച്ചാൽ മതി. ഇനി നമ്മൾ ഇവിടെ ഇലാസ്റ്റിക് എടുത്തിട്ടുണ്ട്. നമുക്ക് 6 ഇഞ്ചോ അല്ലെങ്കിൽ 7 ഇഞ്ചോ നീളത്തിൽ ഇലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിനുള്ളിൽ ഇങ്ങനെ വെച്ച് ചുറ്റും നമുക്ക് അടിച്ചു കൊടുക്കാം. ആദ്യത്തെ മാസ്ക് അടിച്ചെടുത്തതുപോലെ തന്നെ നമുക്കിത് അടിച്ചെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് മാസ്കൊക്കെ ഉണ്ടാക്കാൻ പഠിക്കുക. ഇനിയുള്ള കാലമൊക്കെ നമുക്ക് മാസ്കൊക്കെ തന്നെ വെച്ചായിരിക്കും നമ്മുടെ ജീവിതം. അതുകൊണ്ട് എല്ലാവരും ഇത് ഒന്ന് ശ്രമിച്ച് നോക്കണം. കൈകൊണ്ട് വേണമെങ്കിൽ ഇത് തുന്നിയെടുക്കാവുന്നതേ ഉള്ളൂ. മെഷീൻ എല്ലാവരുടെ അടുത്തൊന്നും കാണില്ല. അപ്പോൾ മെഷീൻ ഇല്ലാത്തവർ കൈകൊണ്ട് ഇതുപോലെ തുന്നിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഇത് ശ്രമിച്ച് നോക്കണേ.
ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റ് മാസ്ക് വെട്ടിയെടുത്ത് തയ്ക്കാം. അതിന് ഞാൻ 28 സെൻറ്റിമീറ്റർ അല്ലെന്നുണ്ടെങ്കിൽ 11 ഇഞ്ച് അളവാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് റൗണ്ട് ഷേപ്പിലുള്ള ഏത് പാത്രം എടുത്തിട്ട് വേണമെങ്കിലും നമുക്കിതുപോലെ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ അളവ് നമുക്കൊന്ന് നോക്കിയും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അനുയോജ്യമായിട്ടുള്ള മാസ്ക് നമുക്ക് തയ്ച്ചെടുക്കാം. ഇപ്പോൾ ഇത് 11 ഇഞ്ച് അതായത് 28 സെൻറ്റിമീറ്ററാണ് ഇത് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഇനി നമുക്ക് മറ്റേ 2 മാസ്കും തയ്ച്ചതുപോലെ ഇത് നമുക്ക് തയ്ച്ചെടുക്കാം. അപ്പോൾ ആദ്യം നമ്മളിതുപോലെ മടക്കുന്നു, ഒന്ന് മടക്കി, രണ്ടാമത് വീണ്ടും മടക്കി, പിന്നെ നമ്മൾ ആദ്യം അളവെടുത്തതുപോലെ മുകളിൽ നിന്ന് താഴേക്ക് 1 ഇഞ്ചും താഴെ 2 ഇഞ്ചും അളന്ന് നമുക്ക് കട്ട് ചെയ്യാം. ഞാനങ്ങനെ ഇവിടെ 3 സൈസിലുള്ള മാസ്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, ലാർജ്, മീഡിയം, സ്മോള്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.